കാതൽ ഈസ് സ്പീക്കിംഗ് അബൌട്ട് ഹോമോസെക്ഷാലിറ്റി. ബയോളജിയിൽ ഈ കാണുന്ന നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കാൻ കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നോണ്ടാണല്ലോ. ദാറ്റ്സ് കോൾഡ് റീപ്രൊഡക്ഷൻ. ഈ റീപ്രൊഡക്ഷൻ ഹോമോസെക്ഷാലിറ്റിന്റെ കേസിൽ നടക്കുമോ? ഇല്ല. ഹോമോ സാപ്പിയൻസ് എന്ന മനുഷ്യകുലം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഹോമോസെക്ഷാലിറ്റി ഇവിടെ ഉണ്ടായാൽ ഇങ്ങനെ ഒരു കുലം ഇവിടെ ഉണ്ടാവില്ല. കാതൽ എന്ന് പറയുന്ന സിനിമയെ അതിനെ കുറിച്ചാണ് ചോദിച്ചു തുടങ്ങിയത്. അന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിരുന്നു. കാതൽ സിനിമ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു മെയിൻ ക്യാരക്ടറിനൊക്കെ കൊണ്ടുവന്നിട്ടൊരു സാധനം. അപ്പൊ അതാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ഫറൂഖ് കോളേജിലേക്ക് വന്നിട്ടുണ്ടായാലും ഇഷ്യൂ ഒക്കെ ഉണ്ടായാലും പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ചോദിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ അയാള് കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഹോമോസാപ്പിയൻസ് അതല്ലെങ്കിൽ മനുഷ്യകുലം ഇവിടെ ഉണ്ടാകുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് കുട്ടികൾ വളരെയധികം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മൂപ്പര് പറഞ്ഞ കാര്യം എന്താണ്, ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഗതി അതിന് പിന്നെ ആണും തമ്മിലാണെങ്കിലും പെണ്ണും തമ്മിലാണെങ്കിലും അത് റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അപ്പം ഹെറ്ററോസെക്ഷുവാലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഈ നമ്മുടെ മനുഷ്യകുലം മുന്നോട്ട് പോകും. അപ്പൊ അതിന് കയ്യടി കിട്ടി. ഇനി നമുക്ക് ആങ്കർ ആണ് രസം. ആങ്കർ അടുത്ത ചോദ്യം ചോദിക്കാൻ നോക്കുകയാണ്. ഒന്നാവാൻ തീരുമാനിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊരു മനുഷ്യകുലത്തിന്റെ റീപ്രൊഡക്ഷന്റെ ഭാഗമാകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ വേണ്ട. ഞങ്ങൾക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹമാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, ഞങ്ങൾ ആണാണോ പെണ്ണാണോ നിങ്ങൾ നോക്കണ്ട, ഇത് ഞങ്ങളുടെ കാര്യം. അത്തരത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു മൈനർ കമ്മ്യൂണിറ്റി ആയി അതവരെ നിലനിർത്തുന്നോളം കാലം അത് നമ്മളുടെ എവല്യൂഷൻ നമ്മളത് ബാധിക്കൂല. ഓക്കെ, പക്ഷേ അതിന് കൂടുതൽ സപ്പോർട്ട് വരികയും അതൊരു കോമൺ പ്രോസസ് ആയിട്ട് മാറുകയും ചെയ്താൽ കൂടുതൽ ആളുകൾ ഹോമോസെക്ഷാലിറ്റിയിലേക്ക് വന്നാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഹെറ്ററോസെക്ഷാലിറ്റി അവിടെ ഒരു മൈനർ ആയിട്ട് വരും, ഹോമോസെക്ഷാലിറ്റി അവിടെ മേജർ ആയിട്ട് വരും. ആൻഡ് അക്കോർഡിംഗ് ടു എവല്യൂഷൻ ആഫ്റ്റർ thousands of years the human kind will നമ്മൾ എന്ത് ചെയ്യും, വംശനാശം സംഭവിച്ചു നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും. കുറച്ച് കടന്ന ചിന്തയല്ലേ, അതായത് ഇതിനെ എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന മനുഷ്യകുലം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് വന്നവരാണ് ഈ പറയുന്ന ഹോമോസെക്ഷൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആങ്കർ പറഞ്ഞ രസം. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് കടന്ന ചിന്തയല്ലേ എന്നുള്ളതാണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ, അതായത് മുപ്പര് പറഞ്ഞ കാര്യത്തെ പറ്റി എന്ത് പറ്റും നമുക്ക് വേഗം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ. അതിൽ 2-3 പോയിന്റ് ഉണ്ട്. അതായത് ഒന്ന്, അയാൾ പറഞ്ഞത് ഇപ്പം മൈനറാണ് ഹോമോസെക്ഷുവാലിറ്റി പറഞ്ഞാൽ ചിലപ്പം 2% അല്ലെങ്കിൽ അതിൽ കുറവൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മളതിൽ കാണേണ്ട ഒരു സാധനമുണ്ട്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ജപ്പാനിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള മാരേജസ് ബാൻ ചെയ്തത്. എന്താ കാര്യം? കാരണം അവിടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആണ്. അതെ, ഇത് എവിടെയോ നമ്മളെന്തോ ഉട്ടോപ്യ പറയല്ല, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്, നമ്മളൊരു തെളിവില്ലാതെ പറയല്ല. ജപ്പാനിൽ സംഭവിച്ചു, അവിടുത്തെ കോടതി പറഞ്ഞു ഇത് ഇനി നടക്കൂല, ഹോമോസെക്ഷൽ മാരേജസ് ഇനി വേണ്ട. കാരണം എന്താണ്, ഇനി നമ്മുടെ ഈ കുലം മുന്നോട്ട് പോകണമെങ്കിൽ സംഗതി പിന്നെ ഹെറ്ററോസെക്ഷൽ ഉണ്ടായാലേ നടക്കൂ. പക്ഷെ ഇവിടെ അത് അദ്ദേഹം പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ ഇത് എന്തൊക്കെയോ പറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒന്നാമത് ആങ്കർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് പലയിടത്തും നമ്മൾ കാണാറുണ്ട്. പിന്നെ അവരുടെ ഒരു ഇട്ടാവട്ടത്തുള്ള കാര്യം മാത്രമേ അറിയൂ. ഇത് ഈ സംഗതി നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണല്ലോ, മിനിമം അതെങ്കിലും പറഞ്ഞിട്ട് പോകണല്ലോ ചർച്ചയ്ക്ക്. മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ മുമ്പ് നമ്മുടെ ചില സുഹൃത്തുക്കളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുത്ത സമയത്ത് അബ്ദുള്ള ബാസിലൊക്കെ പങ്കെടുത്ത സമയത്ത് പറയുന്നത് ന്യൂസ് ആങ്കർ പറയാണ്, ഇത് സ്മൃതി പറഞ്ഞ ഡയലോഗ് ഇതാണെന്ന് വെച്ചാല് ഇത് അത്ര വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല, ഇത് വെറും പാന്റിന്റെ ഷർട്ടിന്റെ വിഷയമായിട്ട് എന്ന പോലെ ബാലുശ്ശേരിയിലെ പ്രശ്നം. അതെ, ഇത് അതേപോലെ തോന്നുന്നത് നമുക്ക് വെച്ചാല് ഇത് അതിനു വേണ്ടി പറയുന്ന സംഭവമായിട്ട് ഇത് എന്തൊക്കെയോ ഒരു വിഷയമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ ചർച്ചയിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ പരിപാടി നടത്തി കഴിഞ്ഞാൽ, ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ജെൻഡർ അഫേമിങ്, അതായത് അവർ ഏത് ജെൻഡറാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും എന്ന് പറഞ്ഞു. അപ്പം സ്മൃതി മാഡം ചോദിക്കുകയാണ്, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, നിങ്ങൾ എവിടുന്ന് ഇതൊക്കെ കൊണ്ടുവരുന്നത്? അതിനുള്ള കണക്കുകളടക്കം നമ്മുടെ കയ്യിലുണ്ട്, ലഭ്യമാണ്. അത് പിന്നെ US നടന്നിട്ടുള്ള കണക്കുകളടക്കം ലഭ്യമാണ്. പക്ഷെ